നമസ്കാരം. മലയാള സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഈ വാർത്ത സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ആശീർവാദ് സിനിമാസിന്റെ പ്രഖ്യാപനത്തിലൂടെയുമാണ് വിസ്മയുടെ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ വെള്ളിത്തിരയിൽ ഹരിശ്രീ കുറിക്കുന്നത്. 2018 എന്ന മെഗാഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ ചിത്രമാണിത്. ഒരു വലിയ ബാനറിന്റെ കീഴിൽ ശ്രദ്ധേയനായ ഒരു സംവിധായകന്റെ ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം എന്നതും ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ മകൾക്ക് ആശംസ നേർന്നുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മായാക്കുട്ടി, ഈ തുടക്കം സിനിമയോടുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യപടിയാകട്ടെ. ഈ വാക്കുകൾ ഒരു അച്ഛന്റെ വാത്സല്യവും മകളുടെ സ്വപ്നത്തോടുള്ള പിന്തുണയും വ്യക്തമാക്കുന്നു. വിസ്മയ മോഹൻലാൽ വെറുമൊരു താരപുത്രി എന്നതിനപ്പുറം സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരിയാണ്. എഴുത്തുകാരിയും ചിത്രകാരിയും. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ കവിതകളുടെ ഒരു സമാഹാരം വിസ്മയ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പുസ്തകം പെൻഗ്വിൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിലെ കവിതകൾക്കൊപ്പം സ്വന്തമായി വരച്ച ചിത്രങ്ങളും വിസ്മയ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ആമസോണിലെ ബെസ്റ്റ് സെല്ലർ പട്ടികയിലും ഇടം നേടിയിരുന്നു. വിസ്മയയുടെ കലാപരമായ കഴിവുകൾക്ക് ഇത് ഒരു തെളിവാണ്. അഭിനയത്തിന് മുൻപ് സംവിധാന രംഗത്തും വിസ്മയ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രഹണം എന്ന ഒരു ഹ്രസ്വ ചിത്രത്തിലും അവർ സംവിധാന സഹായിയായിരുന്നു. ഇത് സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള വിസ്മയയുടെ അറിവ് വ്യക്തമാക്കുന്നു. കലാരംഗത്ത് മാത്രമല്ല, ആയോധന കലകളിലും വിസ്മയയ്ക്ക് താൽപര്യമുണ്ട്. അവർ തായ് ആയോധന കലയായ മുവായ് തായ് അഭ്യസിച്ചിട്ടുണ്ട്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത് വിസ്മയുടെ അർപ്പണബോധവും ശാരീരികക്ഷമതയും വ്യക്തമാക്കുന്നു. മോഹൻലാലിന്റെ മകൻ പ്രണവ് ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദിയിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച പ്രണവ് പിന്നീട് 21ാം നൂറ്റാണ്ട്, ഹൃദയം, വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടി. ഹൃദയം എന്ന സിനിമയിലെ പ്രണവിന്റെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രണവിന് പിന്നാലെ വിസ്മയയും അഭിനയരംഗത്തേക്ക് എത്തുന്നത് മോഹൻലാൽ ആരാധകർക്ക് ഇരട്ടി സന്തോഷം നൽകിയിട്ടുണ്ട്. ഒരു താരകുടുംബത്തിൽ നിന്ന് 2 പുതിയ തലമുറ താരങ്ങൾ കൂടി വരുന്നത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. സിനിമാ ലോകത്ത് സ്വന്തം പാത വെട്ടിത്തെളിയിക്കാൻ വിസ്മയ മോഹൻലാൽ എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയാം. ഒരു മികച്ച പശ്ചാത്തലവും കലാപരമായ കഴിവുകളും ഒരുപാട് പഠിച്ച അനുഭവസമ്പത്തും ഉള്ളതുകൊണ്ട് വിസ്മയുടെ തുടക്കം തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും.